Slow connection. Hello. Yusuf is watching. Hi. Vijay Matthew. Sushama Ranadev. Yusuf. Vijayendra. Okay. ഓക്കെ, സമയം വൈകിയല്ലേ? കേൾക്കാവോ? ഹലോ, ഹായ്. അത് സാരില്ല, തിരക്കുകളല്ലേ വിവേക്, എല്ലാവർക്കും തിരക്കുകളല്ലേ. ഓക്കെ, എങ്കിൽ പിന്നെ ഞാനിനി നമസ്തേ ആൽബിൻ, നമസ്തേ എല്ലാവർക്കും. വിവേക്, ആൽബിൻ, ഹരിഹരൻ സാർ, ഇന്ദിര ടീച്ചർ, സനാതനൻ തമ്പി, വിവേക് മോഹൻ, എല്ലാവർക്കും താങ്ക്സ് കേട്ടോ, ടൈമിൽ തന്നെ വന്നേനും. പിന്നെ നമസ്തേ ഓക്കെ. നന്ദ ചേച്ചി, ശശി സാർ, നമസ്തേ. അശ്വിൻ, ഹായ്. ഓക്കെ, ഇന്ദിര ടീച്ചർ, നമസ്തേ. ഓക്കെ, അപ്പം വലിയൊരു മഴ ഇപ്പോൾ പെയ്തു പോയതേ ഉള്ളൂ. ഞാൻ ഓർത്തു ലൈവ് വരാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. നല്ലൊരു മഴ ഇവിടെ പെയ്തു പോയതേ ഉള്ളൂ, കാറ്റും മഴയൊക്കെ ആയിട്ട്. ഞാൻ ഓർത്തു കറണ്ടൊക്കെ പോകുമെന്നൊക്കെ ഓർത്തു, നെറ്റൊക്കെ പോകുമെന്നൊക്കെ ഓർത്തു. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. ഏറ്റവും ആദ്യം ഞാൻ നമ്മുടെ സുനിത ടീച്ചർക്ക് നന്ദി പറയാതെ എങ്ങനെയാണ് ഞാൻ ഈ ലൈവ് തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമസ്യയിൽ ഒരാൾക്കും ഇനാക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ ടീച്ചർ അപ്പോൾ പൊന്തിക്കുന്നുള്ളതിൻ്റെ ഒരൊറ്റ തെളിവാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായി ഞാനിങ്ങനെ സംശയമൊന്നും എഴുതാറൊന്നുമില്ല, തിരുക്കുറൾ മാത്രമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുക. അപ്പോൾ സമസ്യയിലെ ഒരൊറ്റ മെമ്പേഴ്സിനെയും ഒതുങ്ങിക്കൂടാൻ സമ്മതിക്കില്ല. എല്ലാവരെയും പതുക്കെ ഇങ്ങനെ കൈപിടിച്ച് ടീച്ചറിങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ പതുക്കെ കൈപിടിച്ച് ടീച്ചർ എണീപ്പിച്ചത്. അതുകൊണ്ട് സമസ്യ കുടുംബാംഗങ്ങൾക്കും സർവോപരി സുനിത ടീച്ചർക്കും വളരെ സ്നേഹം നിറഞ്ഞ ഒരു നന്ദിയോടുകൂടി ഞാൻ തുടങ്ങാം. എനിക്ക് തന്നിട്ടുള്ള വിഷയം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? കർക്കിടകമാണ്. കർക്കിടകത്തെക്കുറിച്ച് പറയാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കർക്കിടകം പകുതിയായി. അപ്പോൾ കർക്കിടകം പകുതിയായപ്പോഴേ എന്താ ഇപ്പോൾ കർക്കിടകത്തെക്കുറിച്ച് പറയാമെന്നുള്ളതാണ്. അപ്പം ഞാൻ കുറേ കാലം മുന്നേ വരെ ഞാൻ എഴുതിയിരുന്നതും വായിച്ചിരുന്നതുമൊക്കെ കർക്കിടകം എന്നാണ്. ഒരു പ്രഭാഷണം എന്നുള്ളതല്ല, നമ്മളൊക്കെ കുടുംബാംഗങ്ങളല്ലേ, അതുപോലെ പറയാം കേട്ടോ. അപ്പോൾ കർക്കിടകം എന്നാണ് ഞാനൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് കർക്കിടകമല്ല, കർക്കടകം ആണ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. അതൊരു സംസ്കൃതം വാക്കാണത്രേ കർക്കിടകം എന്ന് പറയണത്. അതായത് നമ്മുടെ ഞണ്ടില്ലേ, ഞണ്ടിൻ്റെ ഷേപ്പ്, ഞണ്ടിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതാണ് കർക്കിടകം ലഗ്നത്തിനായാലും കർക്കിടകം രാശിക്കൊക്കെ ആയാലും നമ്മൾ ഞണ്ടിൻ്റെ സിമ്പലല്ലേ കണ്ടിരിക്കുന്നത്, അത് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കർക്കിടകം ആണ് ശരി, കർക്കിടകമല്ല എന്നുള്ളത് മനസ്സിലാക്കിയതിൽ നിന്ന് ഞാനങ്ങ് തുടങ്ങുകയാണേ. അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത്, എല്ലാവർക്കും നമസ്തേ. ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ മെസ്സേജുകളിലേക്ക് ഇപ്പോൾ ശ്രദ്ധിക്കണില്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക, കള്ളക്കർക്കിടകം എന്നാണ് കേട്ടിരുന്നത്. എന്താ കള്ളക്കർക്കിടകം പറയണതെന്ന് ഞാനും കുറേ ആലോചിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നീട് നമ്മളൊക്കെ ഇങ്ങനെ വലുതായി വരുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ അറിയണത്, വളർന്ന് വരുമ്പോഴാണല്ലോ നമുക്ക് അറിഞ്ഞത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്, എന്നിരുന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. കർക്കിടകം മഴക്കാലമാണ് അല്ലേ? പക്ഷേ കർക്കിടകത്തിലെ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മഴക്കാറുണ്ടെങ്കിലും, ഒരു ദിവസം മുഴുവൻ മഴക്കാറുണ്ട് എങ്കിലും ഒരു ദിവസം ഒരു കോൾ വന്നതാ, സോറി.
ഒരു കോള് വന്നതാണ്, സോറി കേട്ടോ. അപ്പോൾ ദിവസം മുഴുവൻ മഴക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ അന്ന് മഴ പെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്നാൽ വളരെ ചെറിയ മഴക്കാറുകൊണ്ട് തന്നെ നനച്ചിരിക്കാതെ പെട്ടെന്ന് പൊടുന്നനെ ഒരു മഴ പെയ്യും, തിരിച്ചു പോകും. പിന്നെ പെട്ടെന്നൊരു മഴ പെയ്യും, തിരിച്ചു. അങ്ങനെ നമ്മൾക്ക് വിചാരിക്കാത്ത സമയത്ത് മഴ പെയ്യുകയും വിചാരിക്കുന്ന സമയങ്ങളിൽ നമ്മളെ പറ്റിച്ച് മഴ പെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം കർക്കിടകത്തിലെ മഴയ്ക്കുണ്ട്. അതുകൊണ്ട് നമ്മളോട് കള്ളത്തരം കാണിക്കുന്നത് കൊണ്ടാത്രേ കള്ളക്കർക്കിടകം എന്ന് പറയുന്നത്. CKB സാറേ, നമ്മളോട് കള്ളത്തരം കാണിക്കുന്നത് കൊണ്ടാണ് കർക്കിടകത്തിന് കള്ളക്കർക്കിടകം എന്ന് പറയുന്നത്. അതായത് വിചാരിക്കണ സമയത്തൊട്ട് പെയ്യുമില്ല, എന്നാൽ വിചാരിക്കാത്ത സമയത്താണെങ്കിൽ മഴ പെയ്യുകയും ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലുള്ളത് കൊണ്ടാണ് കർക്കിടകത്തിന് കള്ളൻ എന്ന പേര് കൊടുത്തത്. പിന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടകത്തിൽ 10 ദിവസം അത്ര, കർക്കിടകത്തിൽ 10 വെയിൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് എത്ര വലിയ കൊടുമഴ പെയ്യുന്ന സമയം കർക്കിടക മാസമാണെങ്കിൽ പോലും ഒരു 10 ദിവസം നല്ല വെയിൽ കിട്ടുമത്രേ. അപ്പോൾ ആ 10 ദിവസം നമ്മളുടെ എന്താ പറയുക, വിത്തുകൾ, ധാന്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണക്കി വീണ്ടും സൂക്ഷിക്കാനുള്ള ഒരു സമയം പ്രകൃതി നമുക്ക് തരുന്നു എന്നാണ് പറയുന്നത്. കർക്കിടകത്തിൽ 10 വെയിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് കള്ളക്കർക്കിടകം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പോൾ പഞ്ഞമാസമാണെന്ന് പറയും. പഞ്ഞമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ മാസം. അപ്പോൾ ഈ ദാരിദ്ര്യത്തിൻ്റെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 12 മാസങ്ങളിൽ മലയാളം വർഷത്തിലെ 12 മാസത്തിൽ ഏറ്റവും അവസാനത്തെ മാസം കർക്കിടകം. അപ്പോൾ ഈ അവസാനത്തെ മാസമാകുമ്പോഴേക്കും നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം എന്താ പറയുക കുറഞ്ഞ് അതുവരെ സമ്പാദിച്ച ധാന്യങ്ങളും എല്ലാം, പണ്ടത്തെ കാലം, ഇന്നത്തെ അല്ലല്ലോ പറയുന്നത്, പണ്ടത്തെ കാലമല്ലേ. അപ്പോൾ അതുവരെ എന്താ പറയുക, അതുവരെ ഉണ്ടായിരുന്ന ധാന്യങ്ങൾ, പത്തായപ്പുരയിലുണ്ടായിരുന്ന ധാന്യങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പണികളൊന്നുമില്ല. ഈ കൊടുമഴയത്ത് വേറെ പണിയൊന്നുമില്ലല്ലോ, പണിയില്ല, കൂലിയില്ല. കൃഷിക്കാർക്കാണെങ്കിൽ പാടത്ത് വിളവെടുക്കാൻ പറ്റുന്നില്ല, കൃഷി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നുമില്ല. നമ്മൾ അതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്ന, പത്തായത്തിൽ നിന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന ധാന്യങ്ങൾ എടുത്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പത്തായപ്പുരയൊക്കെ ഉള്ളവർക്ക് പത്തായത്തിൽ നിന്ന് എടുത്ത് ചെയ്യാം. അന്നന്നത്തെ ജോലി ചെയ്ത് അന്നന്ന് പണിയെടുത്ത് അന്നന്ന് അന്നം കഴിയുന്ന കുടുംബങ്ങളിലാണെങ്കിൽ അന്നത് തീരാ പട്ടിണിയുടെ ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അതെന്ത് മാസം തന്നെയാണ് അങ്ങനെയുള്ളവർക്ക്, പഞ്ഞമാസം തന്നെയാണ്. പിന്നെ പത്തായത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, വളരെ ലാവിഷായിട്ട് ചിലവാക്കാനൊന്നും പറ്റില്ല. കാരണം ഈ കർക്കിടകത്തിലെ വെള്ളം നമ്മളെ എങ്ങനെയൊക്കെ ചതിക്കും എന്താണെന്നൊന്നും അറിയില്ലല്ലോ, കൃഷിക്ക് എത്രമാത്രം ഇതാവുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് സൂക്ഷിച്ച് ചിലവാക്കിയിരുന്നൊരു സമയവും കൂടിയാണ് കർക്കിടകം എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളവനായാലും ഇല്ലാത്തവനായാലും എന്താ പറയുക, ലാവിഷായിട്ട് ചിലവാക്കാതെ വളരെ പിടിച്ച് അരിഷ്ടിച്ച് ചിലവാക്കി ജീവിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പഞ്ഞമാസം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പഞ്ഞമാസം എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്ന ഒരു ഓർമ്മ. പിന്നെ കർക്കിടകത്തിൽ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, കർക്കിടക കഞ്ഞി, ഔഷധക്കഞ്ഞി കുടിക്കുന്ന ഒരു സമയമാണ് കർക്കിടക കഞ്ഞി അല്ലേ. അപ്പോൾ നമ്മുടെ ദശപുഷ്പങ്ങൾ അല്ലേ, മുക്കുറ്റി, പിന്നെന്താണ് നിലപ്പന, കയ്യൊന്നി, ഉഴിഞ്ഞ, അങ്ങനെ ഈ ദശപുഷ്പങ്ങളിൽ വരുന്ന ഓരോ സംഭവങ്ങളും കൃത്യാനുപാതത്തിലെടുത്ത് ഞവര നെല്ലിൻ്റെ അരിയിട്ട് കഞ്ഞി വെച്ച് ഔഷധ സേവ നടത്തുന്ന ഒരു കാലം കൂടിയാണ് ഈ പറയുന്ന കർക്കിടക മാസം. അതെന്താണെന്നറിയോ ഈ കർക്കിടക മാസം ഔഷധ സേവ നടത്തുന്നത്? ഒന്നാമത് മഴക്കാലമാണ്. പഴയ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ആരോഗ്യം കൂടെ സംരക്ഷിക്കണം. കാരണം ഇനി വരാനിരിക്കുന്ന കൃഷിയുടെ ദിവസങ്ങൾ തുടങ്ങുകയാണ്. ആവണി മാസം തൊട്ട്, അതായത് ചിങ്ങമാസം തൊട്ട് കൃഷി തുടങ്ങുകയാണ്. അപ്പോൾ ആ കൃഷി തുടങ്ങുമ്പോൾ നമുക്ക് ആരോഗ്യം വേണം. അപ്പോൾ ആ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു മാസം ഈ കർക്കിടക മാസമായിട്ടും കൂടെ കൊണ്ടാടുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ദശപുഷ്പങ്ങൾ, ഭൂമിയിൽ മഴയൊക്കെ പെയ്ത് നിറയെ ദശപുഷ്പങ്ങളൊക്കെ എല്ലായിടത്തും നന്നായിട്ട് തളിർത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം കളക്ട് ചെയ്ത് കഞ്ഞി വെച്ച് കുടിക്കുന്നു, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. അതിന് ചിട്ടയൊക്കെ ഉണ്ട്, പഥ്യമൊക്കെ നോക്കണം. അപ്പോൾ ഇത് പഞ്ഞമാസം കൂടെയാണല്ലോ. അപ്പോൾ ആർക്കും ലാവിഷായിട്ട് അങ്ങനെ ഇറച്ചി മത്സ്യമാംസാദികൾ കിട്ടാത്തൊരു സമയം കൂടിയല്ലേ. അപ്പോൾ തീർച്ചയായും ആയുർവേദത്തിൻ്റെ പഥ്യം നോക്കാൻ കൂടെ പറ്റിയ ഒരു സമയമായതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കർക്കിടക മാസത്തിൽ ഏത് സേവ നടത്തുന്നത്, ഔഷധ സേവ നടത്തുന്നത്. പിന്നെ പ്രകൃതി തണുപ്പാണ്.
പിന്നെ മഴയുടെ സമയമായതുകൊണ്ട് തോരാത്ത മഴയായതുകൊണ്ട് പണിക്കൊന്നും പോവില്ലല്ലോ. അപ്പോൾ നമ്മൾ റെസ്റ്റല്ലേ, ഫുൾ ടൈം റെസ്റ്റല്ലേ. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ഈ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചിലതിനൊക്കെ നല്ല റെസ്റ്റ് വേണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് റെസ്റ്റും കൂടെ എടുക്കുന്ന മാസമായതുകൊണ്ട്, വിശ്രമം എടുക്കുന്ന ഒരു സമയവും കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ മഴക്കാലത്ത് ഈ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി സേവിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവ്. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാം രാമായണ മാസം അല്ലേ. രാമൻ്റെ അയനം, അതായത് രാമൻ്റെ യാത്ര തുടങ്ങുന്നത് കർക്കിടകത്തിലാണത്രേ. കർക്കിടകം തൊട്ടാണ് രാമൻ്റെ യാത്ര. അതായത് ശ്രീരാമൻ ജനിച്ചത് കർക്കിടക ലഗ്നത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാത്മീകി രാമായണം രചിച്ച് ഏറ്റവും ആദ്യമായി നമ്മുടെ ശ്രീരാമപുത്രന്മാരായ ലവനെയും കുശനെയും കൊണ്ട് വായിപ്പിച്ചതും കർക്കിടക മാസത്തിലാണ്. അതുപോലെ തന്നെ രാമായണം വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമായിട്ടുള്ള മാതൃഹത്യ വരെ തീരുമെന്നൊരു വിശ്വാസം കൂടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊരു ഇതും കൂടെ ചിന്തിച്ച് നോക്കിയപ്പോൾ എന്താ എനിക്ക് തോന്നിയതെന്നറിയോ, മഴക്കാലല്ലേ, എല്ലാ കുടുംബാംഗങ്ങളും വീട്ടിൽ ഒത്തുകൂടിയിരിക്കുന്ന സമയം. പണ്ടത്തെയാണ്, ഇപ്പോഴത്തെ അല്ലേ. ഇപ്പം നമുക്ക് കാറുണ്ട്, വണ്ടിയുണ്ട്, റെയിൻകോട്ട് സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവരും എല്ലായിടത്തേക്കും മഴയും വെയിലൊന്നും വകവയ്ക്കാതെ യാത്ര ചെയ്യുന്നു. പണ്ടത്തെ കാലം വെച്ച് ഞാൻ പറയുമ്പോൾ എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും വീട്ടിൽ ഒത്തുകൂടിയിരിക്കുന്ന സമയം. അപ്പോൾ അവർക്ക് വേറെ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ജോലിയിൽ വ്യാപൃതരാവാനോ ഒന്നുമുള്ള സമയമില്ല. അപ്പോൾ അവരിങ്ങനെ സ്വാഭാവികമായും പല കാര്യങ്ങളും സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ അടുത്തുള്ളവരുടെയോ അല്ലെങ്കിൽ അകലെയുള്ളവരുടെയോ ഒക്കെ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ പരദൂഷണം പറയുക അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളൊക്കെ സംസാരിച്ച് നമുക്ക് കിട്ടുന്ന വിലയേറിയ സമയം വേസ്റ്റാക്കി കളയാതിരിക്കാൻ വേണ്ടി പണ്ടത്തെ ഏതോ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്ത ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പറയും, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ചെയ്യുമോ, നമ്മൾ അനുസരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അന്നത്തെ കാലത്ത് അത് അവിടെ ആചാരവുമായിട്ട് ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ആളുകൾ അത് എളുപ്പം ഉൾക്കൊണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അന്ന് എല്ലാ കുടുംബാംഗങ്ങളെല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് പരദൂഷണത്തിലേക്കൊന്നും പോവാതെ നമ്മൾ കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യവും കൂടെ തെറ്റായ രീതിയിലേക്ക് പോവാതെ മനസ്സിനെ ശരിയായ രീതിയിലേക്ക്, നേരിൻ്റെ പാതയിലേക്ക്, നന്മയുടെ പാതയിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അന്ന് ഏതോ ഒരു ആചാര്യം ചെയ്തതായിരിക്കാം ഇന്നത് ആചാരമായി മാറിയത് അല്ലേ. ഇന്നതൊരു ആചാരമായി മാറി. കർക്കിടക മാസമായി കഴിഞ്ഞാൽ രാമായണം വായിക്കുക എന്നുള്ളത് ഒരു ആചാരമായി തീർന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ രാമായണം എപ്പോൾ വേണമെങ്കിലും വായിക്കാം, കർക്കിടക മാസത്തിൽ മാത്രമേ രാമായണം വായിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചിട്ടയും നമുക്കില്ല. എന്ന് വേണമെങ്കിലും വായിക്കാം. പക്ഷേ കർക്കിടക മാസത്തിൽ വായിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം ഇതായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. പിന്നെ അതേപോലെ നമ്മൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കർക്കിടക മാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഇപ്പോൾ ആചാരമായി മാറി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആചാരങ്ങളായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആരോഗ്യ സംരക്ഷണമായിട്ടും ഒക്കെ ആയിട്ട് ആചാരപരമായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ നാട് പാലക്കാടാണ്. പാലക്കാട് നെന്മാറയിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ആചാരമുണ്ട്. എന്താണെന്നറിയോ, കർക്കിടകം 1-ാം തീയതിയുടെ തലേ ദിവസം, കർക്കിടകം 1-ൻ്റെ തലേ ദിവസം, അതായത് മിഥുന മാസത്തിലെ അവസാന ദിവസം എന്ത് ചെയ്യുന്നറിയോ, വീടും പരിസരവും എന്ന് വെച്ചാൽ ഇനി ഒരു സ്ഥലം, നമ്മുടെ കോമ്പൗണ്ട് വീടിൻ്റെ മുൻവശം, അതിപ്പോൾ ഈവൻ റോഡാണെങ്കിൽ പോലും അതുപോലും നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കി കുപ്പയെല്ലാം കൂട്ടിയെടുത്ത് അതെല്ലാം കൊണ്ട് കളയും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, മിഥുന മാസത്തിലെ അവസാന ദിവസം ത്രിസന്ധ്യ നേരത്ത് നമ്മുടെ വീടിൻ്റെ 8 ദിക്കുകളിൽ നിന്നുള്ള മണ്ണെടുക്കും, കുപ്പ എടുക്കും. കുപ്പ ഇപ്പം അങ്ങനെ ഇല്ലല്ലോ, അപ്പം മണ്ണെടുക്കും. കുപ്പ ഉണ്ടെങ്കിൽ കുപ്പ എടുക്കും. അതായത് 8 ദിക്ക് എന്ന് പറയുമ്പോൾ 4 ദിക്കുകൾ അറിയാലോ, എന്താണ്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്.
പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വരുന്ന 4 ദിക്കുകൾ. അപ്പം 4 ദിക്കുകളിൽ നിന്നുള്ള കുപ്പകൾ ശേഖരിച്ച് ഒരു പഴയ ദ്രവിക്കാൻ തുടങ്ങിയ കളമുറത്തിലിടും. കളമുറം എന്നാണ് പറയുക. ഈ നെല്ലൊക്കെ കാറ്റത്തിടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് കളമുറം എന്നാണ് പറയുക. അപ്പം അതിലേക്കിടും. എന്നിട്ട് അന്നത്തെ കാലത്തൊക്കെ ഓലപ്പുരയല്ലേ, ഓലപ്പുരയുണ്ട്. അപ്പോൾ ഓലപ്പുരയുള്ള വീട്ടുകാരെന്ത് ചെയ്യുന്നറിയോ, ഉത്തരത്തിൻ്റെ 4 മൂലയിൽ നിന്നും പഴകി ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, മഴക്കാലമല്ലേ. അപ്പോൾ പഴകി ദ്രവിച്ച് തുടങ്ങിയ ഓല പൊട്ടിച്ചെടുത്ത് കുഞ്ഞു കഷ്ണങ്ങൾ പൊട്ടിച്ചെടുത്ത് അതും ഈ കളമുറത്തിൽ കൊണ്ടിടും. പിന്നീട് അത് ഓട്ടുപുരയായി, ഇപ്പോൾ ടെറസ് പുര. ഇപ്പോൾ ഓടും ടെറസും ഒക്കെ ആയെങ്കിലും ഇപ്പോഴും ആചാരങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓലയില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ സൈഡും മാറാലയൊക്കെ തട്ടി നീക്കിയിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇതിനകത്ത് കൊണ്ടിടും, കളമുറത്തിൽ കൊണ്ടിടും. പിന്നെ അതുപോലെ അടുക്കള ഭയങ്കര ഇതായിട്ട് നീറ്റാക്കി വൃത്തിയാക്കിയിട്ട് പഴയ അടുക്കള, നമ്മൾ വറ്റൽ മുളകൊക്കെ ഇല്ലേ, കറിയൊക്കെ താളിക്കാൻ ഉപയോഗിക്കുന്ന ചുവന്ന മുളകില്ലേ, ആ മുളക് ഒരു കഷ്ണം, അതുപോലെ കുറച്ച് 3-4 കടുക്, ഇതൊക്കെ എടുത്തിട്ട് ഈ കളമുറത്തിൽ കൊണ്ടിടും. പിന്നെ ഒരു കഷ്ണം കല്ലുപ്പ്, ഇതൊക്കെ കൊണ്ട് കളമുറത്തിലിടും. പിന്നെ എന്താ ചെയ്യാന്നറിയോ, കുപ്പത്താൾ എന്ന് പറയും ഞങ്ങളുടെ നെന്മാറയിലൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഏരിയയിൽ വളരുന്ന താളില്ലേ, അതിനെ ഞങ്ങൾ കുപ്പത്താളെന്ന് പറയും. കുപ്പത്താൾ, ഒരു കഷ്ണം മഞ്ഞൾ, പിന്നെ കുറ്റിച്ചൂല്, ഇതെല്ലാം കളമുറത്തിലിട്ടിട്ട് എന്ത് ചെയ്യുന്നറിയോ, ചേട്ടപ്പോ ശിവോദിവ എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ പറയേണ്ടത് ശ്രീദേവി വാ എന്നാണ് പറയേണ്ടത്. പക്ഷെ പറയുന്നത് കൊളോക്കിയലായിട്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ചേട്ടപ്പോ ശിവോദിവ എന്ന് പറഞ്ഞിട്ട് പോകും. ഇത് ഈ കളമറത്തിൽ ഒരു തിരിയിൽ വാഴെണ്ണയിൽ ഒരു തിരി വെച്ച് അത് കൊളുത്തി ഇതുകൊണ്ട് നമ്മൾ ഈ കുപ്പയും കൊണ്ട് നമ്മൾ വീടിൻ്റെ ദൂരെ കൊണ്ട് വയ്ക്കും. ആ ദൂരെ കൊണ്ട് വെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അതായത് വീട്ടിലെ ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കുന്ന പരിപാടിയാണ് അത്. അപ്പോൾ ഈ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ജ്യേഷ്ഠ ഭഗവതി നമ്മുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും അത്രേ. അപ്പോൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തിരിഞ്ഞു നോക്കില്ല. പിന്നെ പുറകിലൊരു അമ്മൂമ്മ ഉണ്ടാവും, ചാണകം തെളിച്ചുകൊണ്ട് വരും. അതായത് പിന്നെ അവിടെ കയറേണ്ടത് ശ്രീദേവിയാണ്. ചാണകമുള്ള സ്ഥലത്ത് ജ്യേഷ്ഠ ഭഗവതി വരില്ല. അപ്പോൾ ശ്രീദേവി കയറാനായിട്ട് ചാണകം തെളിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ കൈയും മുഖമൊക്കെ കഴുകി തിരിഞ്ഞു നോക്കാതെ ചെന്ന് നിലവിളക്ക് കൊളുത്തി രാമായണം വായിക്കും. അതാണ് കർക്കിടക മാസത്തിൻ്റെ തലേന്ന്. പിന്നെ 1-ാം തീയതി തൊട്ടിട്ട് നമ്മളിങ്ങോട്ട് രാമായണം വായനയാവും. എന്നും ഇതുപോലെ വൃത്തിയാക്കി രാമായണം വായനയാണ്. ഇതൊരു ആചാരമാണ്. ശരിക്കും ചിന്തിച്ചാൽ അതൊരു സയൻസ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ മഴക്കാലം വെള്ളം കെട്ടി നിന്നിട്ട് ഒരുപാട് അസുഖങ്ങളും മഴക്കാല രോഗങ്ങളൊക്കെ വരാൻ ചാൻസുള്ള ഒരു സമയം. അഴുക്കുകൾ നേരെ മാർഗം പോവാതെ അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ സുഖത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച പൂർവികരുടെ സയൻസാണ് അതൊരു ആചാരമാക്കി നമുക്ക് മാറ്റിയത് അല്ലേ. ആ വീടിൻ്റെ ചുറ്റുപാടും മാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി ശുചിയായി സൂക്ഷിക്കുമ്പോൾ തന്നെ ഒരു വിധത്തിലുള്ള മഴക്കാല രോഗങ്ങളെല്ലാം വരാതിരിക്കും. അപ്പോൾ അത് ആ ഒരു ശുചിത്വം സംരക്ഷിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്തിട്ടുള്ള പഞ്ചശുദ്ധിയിലെ ഒരു ശുദ്ധിയാണല്ലോ പരിസര ശുദ്ധി, ഗൃഹശുദ്ധി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അപ്പോൾ അതൊരെണ്ണം അവിടെ പ്രാവർത്തികമാക്കുന്നതാണ് പാലക്കാട്ടുകാരി ചേട്ട കളയുന്നതിലൂടെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവിടെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. ഈ കർക്കിടകത്തിൻ്റെ അന്ന് കയ്യിൽ മൈലാഞ്ചി, ഇന്നല്ലേ ഇപ്പോൾ മെഹന്തി കോണൊക്കെ വാങ്ങിച്ചിടുന്നത്, അന്ന് മൈലാഞ്ചി ഇല വലിച്ച് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലായിരിക്കുമല്ലോ ആട്ടുകല്ലിൻ്റെയും അരകല്ലിൻ്റെയൊക്കെ സ്ഥാനം, അവിടെ അരകല്ലിലിട്ട് അരച്ച് നമ്മുടെ കയ്യിൽ വെച്ച് തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞ്, ഈ റെസ്ലിംഗുകാർ കെട്ടണ മാതിരി തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞ് 2 കയ്യിൽ ഇങ്ങനെ കെട്ടിയിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേക്കും കയ്യിലൊക്കെ ഇങ്ങനെ നിറയെ ചുളിവുകളൊക്കെ ആയി കൈയൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് കിടക്കും. അതിലിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് അടുപ്പിൽ അത് തന്നെ പൊട്ടിയും മക്കളും പോപ്പോ ശീബോധിയും മക്കളും വാവാന്ന് പറയണത്, അതെ. പിന്നെ അതേപോലെ ഇത് വെളിച്ചെണ്ണ തേച്ചിട്ട് അടുപ്പിൽ കാണിക്കുകയും വിറകടുപ്പിൽ കാണിച്ചാൽ നല്ല മണം, ഭയങ്കര രസമാണ് മണം. ഇങ്ങനെ മണത്തോണ്ട് ഞങ്ങൾ കുറേ നടന്നിരുന്നു. ആരുടെ ഏറ്റവും നന്നായി ചുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കുറേ കാലത്ത് അതൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്.
പിന്നെ കാലിലുമൊക്കെ മൈലാഞ്ചി ഇടും, കാലിലുമൊക്കെ ഇതേപോലെ കെട്ടും. അപ്പോൾ ഞാൻ ആലോചിക്കും ഈ മൈലാഞ്ചി ഇടുന്നതും കർക്കിടകവും തമ്മിൽ എന്താ എന്നൊക്കെ ആലോചിക്കുമ്പോൾ, ഇപ്പം ആലോചിക്കുമ്പോൾ എൻ്റെ സബ്ജക്റ്റ് ബോട്ടണിയാണ്. അപ്പോൾ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും മൈലാഞ്ചിക്ക് ആൻറ്റി ഫംഗസൈഡൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇത്തരം മഴക്കാലത്തല്ലേ നമ്മൾ വെള്ളം കെട്ടി നിന്ന സ്ഥലത്തുകൂടെയൊക്കെ നടന്നു പോവുകയോ അല്ലെങ്കിൽ അന്ന് കാർഷിക വൃത്തിയുമായിട്ട് മുറ്റത്തൊക്കെ പുല്ല് പറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ചെളിയാവുമ്പോഴൊക്കെ വരാനിടയുള്ള സ്കിൻ ഡിസീസസ് ഉണ്ടല്ലോ. എന്താണ്, ഞാനിപ്പോൾ ഭയങ്കര ശാസ്ത്രീയമായ സ്കിൻ ഡിസീസ് എന്നൊക്കെ പറയുന്നു. പണ്ട് അവിടെയുള്ളവർ പറയും വളങ്കടി എന്ന് പറയും. പക്ഷേ ചെളിയിലൂടെ കൂടെ നടന്നിട്ടുണ്ടാവുന്ന കാലിലുണ്ടാവുന്ന പുണ്ണിനെ ഞങ്ങളുടെ നാട്ടിൽ വളങ്കടി എന്നാണ് പറയുക. അത് ഈ മൈലാഞ്ചി ഇട്ടവർക്ക് അത് വരില്ല. കാരണം അത് മൈലാഞ്ചി എന്ന് പറയണത് ശരിക്കുള്ള മൈലാഞ്ചി ഇല അരച്ചിടുകയാണെങ്കിൽ അത് ആൻറ്റി ഫംഗിസൈഡൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ റെമഡിയാണ്. ഇങ്ങനെയുള്ള സ്കിൻ ഡിസീസിനൊക്കെയുള്ള ഒരു മരുന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നത് ശരിക്കും അതൊരു സയൻസായിട്ടൊരു ക്ലാസ് ആക്കിയിരുന്ന് പറഞ്ഞു തന്നാൽ നമ്മളാരും ചിലപ്പോൾ ഉൾക്കൊണ്ടുവെന്ന് വരില്ല. പക്ഷെ അത് ഈശ്വരീയമായി കണക്ട് ചെയ്ത് അത് ആചാരമാക്കി മാറ്റിയപ്പോൾ ഇന്നും അത് ആചരിച്ച് പോരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും വലിയൊരു രസമായിട്ട് തോന്നിയത്. പിന്നെ എനിക്ക് കർക്കിടകവുമായിട്ട് ഓർമ്മ വരുന്നത് കർക്കിടകത്തിൻ്റെ കർക്കിടകം 1-ാം തീയതി തൊട്ടിട്ട് ഞങ്ങൾ പാലക്കാട്ടുകാർ ഓണത്തിനെ വരവേൽക്കും. അന്ന് തൊട്ട് മുറ്റത്ത് പൂവിടും. അപ്പോൾ ചുറ്റുമുള്ള വേലിയിലും പറമ്പിലും പാടത്തും എല്ലാം ചെന്ന് എല്ലാ പൂവും കളക്ട് ചെയ്ത് വേലിയിൽ പറമ്പിടും. ഇന്നും എനിക്ക് ആലോചിക്കാൻ നമ്മൾ നല്ല ഭംഗിയിൽ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി നമ്മൾ പൂവൊക്കെ വട്ടത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അത് പൂവിട്ട് എണീറ്റ് മാറിയ ഉടനെ നല്ല മഴയത്ത് അതെല്ലാം ഒലിച്ചു പോകും. അതൊക്കെ അന്ന് സങ്കടത്തോടെ നോക്കി നിന്നതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ. പിന്നെ അതേപോലെ എന്താ പറയുക, നമ്മുടെ കർക്കിടകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഭയങ്കര കൂട്ടായ്മയുടെ ഒരു മാസം കൂടിയാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ കർക്കിടകം പഞ്ഞമാസമാണെന്ന്. അപ്പോൾ അന്നന്നത്തെ ഉപജീവനം കഴിക്കാൻ വേണ്ടി അന്നന്ന് ജോലി ചെയ്ത് അന്നന്നത്തെ അന്നം നേടുന്ന കുട്ടികൾക്കാണ് ആ വീട്ടിലൊന്നും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അടുപ്പ് പുകയുക പോലും ഇല്ല. ഇനി വല്ല മരണമോ ഗൃഹനാഥൻ്റെ മരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുള്ള വീട്ടിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അവിടെ ഒന്നും ഉണ്ടാവില്ല ഭക്ഷണം വയ്ക്കാനൊന്നും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അന്നത്തെ ദിവസം അരി ഉഴുന്ന് പാലക്കാടുകാരുടെ പ്രത്യേകതയാണല്ലോ ദോശയും ഇതൊക്കെ ഇഡലിയൊക്കെ. അപ്പം അന്നത്തെ ദിവസമായിരിക്കും അരി ഉഴുന്നൊക്കെ ആട്ടി നിറയെ വലിയ എന്താ പറയുക അണ്ടാവെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. വലിയ കുഴലൻ പാത്രത്തിന് അത് നിറയെ ഉണ്ടാക്കി വെച്ചിട്ട് ആരുടെയൊക്കെ വീട്ടിലാണോ ചെയ്യാത്തത് ഇങ്ങനെ വരച്ചിൽ എന്ന് പറയും. വരച്ചിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഏതെങ്കിലും കുടുംബാംഗങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആഘോഷങ്ങളൊന്നും ഒരു വർഷം ഉണ്ടാവില്ല ഞങ്ങളുടെ പാലക്കാട്. അങ്ങനെയാണ്. അപ്പോൾ ആ ആഘോഷങ്ങളൊന്നും ഈ മരണകാരണം കൊണ്ട് ആഘോഷങ്ങളില്ലാതായിപ്പോയ അതിനെ വരച്ചിലെന്ന് പറയും. അപ്പോൾ അങ്ങനെ വരച്ചിലുള്ള കുടുംബക്കാർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ രാവിലെ എണീറ്റ് ദോശ നല്ലെണ്ണയിൽ ദോശക്കല്ലിൽ ദോശ ഉണ്ടാക്കി വാഴയിലയിൽ പൊതിഞ്ഞ് അതും ഇറച്ചിക്കറി കോഴിയിറച്ചിയാണ് അന്ന് ഉണ്ടാക്കുക. അതും ഇറച്ചിക്കറിയും കൂടെ അങ്ങനെ ഏതൊക്കെ വീട്ടിലാണോ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാതെ ഇരിക്കുന്നത് ആ വീട്ടിലൊക്കെ കൊണ്ട് കൊടുക്കും. ചിലപ്പോൾ അവരുടെ കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറയും. അവിടെ വയസ്സായ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും കുട്ടിയും കൂടെ ഇവിടെ ഇരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവരുടെ കൂടെ അവിടെ ഇരുന്ന് കഴിക്കും. അങ്ങനെയൊക്കെ അതൊരു കൂട്ടായ്മയാണ്. കരുതലിൻ്റെ ഒരു മാസം കൂടിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇന്നില്ലാത്ത കരുതലാണ് അന്ന്. ഇന്നിപ്പോൾ ആരുടെ വീട്ടിൽ മരിച്ചാൽ എന്താ ജനിച്ചാൽ എന്താ ആരും തമ്മിൽ അങ്ങനെയൊന്നും അറിയുന്നില്ല. പക്ഷെ അന്ന് അങ്ങനെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എന്താണ് കർക്കിടകവുമായിട്ട് പറയാൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെ എനിക്ക് കർക്കിടകവുമായിട്ട് ഉദ്ദേശിച്ച് വരുന്നുള്ളൂ. പിന്നെന്താ, ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഓണത്തിനെ വരവേൽക്കുന്ന മാസമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കർക്കിടകം ഒന്നോട്ട് പൂവിട്ട് കഴിഞ്ഞാൽ പുത്തരി ഉണ്ണാനുള്ള അരി കൊണ്ടുവരുന്ന ചിലപ്പോൾ കർക്കിടകം ചിങ്ങത്തിൻ്റെ ആദ്യത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വരവേൽക്കാൻ സമയമില്ലല്ലോ. അപ്പം അതിങ്ങനെ വട്ടിയിൽ ഒഴിഞ്ഞ
വള്ളി കെട്ടി ഇങ്ങനെ ഇല്ലന്നിറ ഇല്ലന്നിറ എന്ന് പറഞ്ഞിട്ട് ഇല്ലന്നിറ വല്ലന്നിറ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങൊക്കെ ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ട് കൊയ്തു കൊണ്ടുവരുന്ന നെല്ലിനെ ഇതാക്കാനായിട്ട് വരവേൽക്കാനായിട്ട് നിലവിളക്കൊക്കെ പിടിച്ച് നിന്ന് നമ്മുടെ പത്തായത്തിലേക്ക് അതുകൊണ്ട് നിറയ്ക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പത്തായവും എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്ന ഒരു മാസമാണ് നമ്മുടെ ഈ പറയുന്ന കർക്കിടക മാസം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഈ കർക്കിടകത്തിൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ നമ്മൾ ചിങ്ങമാസത്തിൽ ഓണമായി, അത് കഴിഞ്ഞാലൊന്നും അവസാനിക്കുന്നില്ല പാലക്കാട്ടുകാർക്ക്. പാലക്കാട്ടുകാരുടെ ആ ഓണം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. കന്നിമാസത്തിൽ ആയില്യമകം വരെയും ഈ കർക്കിടകം തൊട്ടുള്ള കരുതൽ അത്രയും മാസം ഉണ്ടാവണം. അപ്പോൾ കർക്കിടകം, ചിങ്ങം, കന്നി 3 മാസം അവർ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കും. കന്നിമാസത്തിൽ ആയില്യമകം ഉണ്ട്. ആയില്യമകം നമ്മളുള്ളതിനേക്കാൾ ഈ കൃഷിക്ക് വേണ്ടി നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്ന കാളകളും പശുക്കളും അവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഈ കന്നിമാസം എന്ന് പറയുന്നത്. അപ്പോൾ ചിങ്ങമാസത്തിൽ വിളവെടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പശുക്കളും അതിൻ്റെ ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ അവർക്ക് ഒരു ട്രീറ്റ് കൊടുക്കുക. അവരുടെ ഓണം, കന്നുകാലികളുടെ ഓണമാണ് കന്നിമാസത്തിൽ. കന്നിമാസത്തിൽ ആയില്യം നാളിൽ പച്ചരി കുതിർത്ത് അരച്ച് ഈ കന്നുകാലികളെയൊക്കെ അടുത്തുള്ള പുഴയിലോ ഒക്കെ കൊണ്ടുപോയി കുളിപ്പിച്ച് അരിക്കുറിയിട്ട് അവർക്ക് വേണ്ടുവോളം മൃഷ്ടാന്നം, ഭക്ഷണം, നല്ല രീതിയിൽ പഴവും എല്ലാം ഉൾപ്പെടുത്തി അന്ന് കൊടുക്കും. പിറ്റേ ദിവസം മകമാണ്. മകത്തിൽ ഇതേപോലെ കുളിപ്പിച്ച് കുറിയിടും. എന്ത് കുറിയിടാന്നറിയോ? മഞ്ഞൾക്കുറി ഇടും. മകത്തിൽ മഞ്ഞൾക്കുറിയും ആയില്യത്തിൽ അരിക്കുറിയാണ് കന്നുകാലികൾക്ക്. അന്ന് കന്നുകാലികളുടെ ഓണം. അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നീടുള്ള 11 മാസം നീണ്ടു നിൽക്കുന്ന വിളവെടുപ്പിൻ്റെയും കൃഷിയുടെയും ഒക്കെ തുടക്കമെന്നോണമാണ് ആദ്യത്തെ അവസാനത്തെ മാസമായിട്ടുള്ള കർക്കിടകം നമ്മൾ പാലക്കാടുകാർ കൊണ്ടാടുന്നത്. അപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ അതിലൊരു സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, മൈലാഞ്ചിയുടെ കാര്യം പറഞ്ഞില്ല, അത് എന്തായാലും ഇറ്റ് ഈസ് എ സയൻസ് അല്ലേ. ആൻറ്റി ഫംഗിസൈഡൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി നമ്മുടെ മെഹന്തി ലീവ്സിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കിൻ ഡിസീസ്, പിന്നെ മഴക്കാല രോഗങ്ങൾ വരാതിരിക്കാനുള്ള ശുചിത്വം ആക്കലാണ്. പിന്നെ ഒരു ഇക്കോസിസ്റ്റം കൺസർവേഷൻ കൂടിയാണ് ഈ ചേട്ട ഭഗവതി പോവുക എന്ന് പറയുന്നത്. കാരണം എല്ലാ മാലിന്യങ്ങളും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് അങ്ങനെ ഇങ്ങനെ ആവാതിരിക്കുന്നതിന് പകരം അവിടെ ജീവനുള്ള 2 ചെടികളെ കൂടെ നമ്മൾ നട്ടു കൊടുക്കുന്നുണ്ട്. ഒന്ന് കുപ്പത്താളും ഒന്ന് മഞ്ഞളും. നട്ടു കൊടുക്കുകയല്ല, ഈ കുപ്പത്താളും മഞ്ഞളും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഏത് കണ്ടീഷനിലും അവർ വളർന്നോളും. അപ്പോൾ നമ്മൾ കൊണ്ടിട്ടുള്ള കുറ്റിച്ചൂലിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ മുളക്, കടുക്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ മറ്റുള്ള ഇതൊന്നും വിട്ട് മാലിന്യം അങ്ങോട്ട് പരത്താതെ ഈ കുപ്പയൊക്കെ അങ്ങോട്ട് വളർന്നു വരുമ്പോൾ അവരതിൻ്റെ വളമായിട്ട് ഉപയോഗിച്ചോളും. അവിടെ പച്ചപ്പ് അവിടെ നിലനിൽക്കും. നമ്മൾ കൊണ്ടുപോയി വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത സ്ഥലമാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം കൺസർവേഷൻ എന്നൊരു രഹസ്യ അജണ്ടയും കൂടെ അതിനകത്തുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ എൻ്റെ തോന്നലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കർക്കിടകത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഓർമ്മകളും എൻ്റെ ചെറിയ ചെറിയ അറിവുകൾ. ഇതിലെന്തെങ്കിലും പോരായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എനിക്കും കൂടെ അറിയാമല്ലോ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ കൃഷി ഉത്സവത്തിന് വരവേൽക്കാനുള്ള പ്രിപ്പറേറ്ററി മന്താണ് അല്ലേ, തയ്യാറെടുക്കുന്ന ഒരു മാസം കൂടിയാണ് നമ്മുടെ കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാ വീട്ടുകാരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന്, വീട്ടിലെ എല്ലാ അംഗങ്ങളും കൂടെ ഒരുമിച്ചിരുന്ന് കൂടിച്ചേർന്ന് നല്ല ശീലങ്ങൾ, ആധ്യാത്മികമായിട്ടുള്ള ആരോഗ്യവും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും എല്ലാം ഉറപ്പുവരുത്തുന്നതെല്ലാം തന്നെ നമ്മുടെ പൂർവികർ ആചാരം എന്ന രൂപേണ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉൾക്കൊള്ളാവുന്നവർ ഉൾക്കൊണ്ട് ശീലിച്ചാൽ നല്ലത്, അല്ലാത്തവരോട് എന്ത് പറയാനല്ലേ. ഇപ്പോൾ നമ്മുടെ മക്കളോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതേ രീതിയിൽ ഉൾക്കൊള്ളണം എന്നുണ്ടോ? പറഞ്ഞു കൊടുക്കുക, വേണ്ടവർ സ്വീകരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാനും കൂടെ തിരുത്താം. ഞാൻ ആരുടെയും ഇതൊന്നും വായിച്ചില്ല. യെസ്, സുഷമ ചേച്ചി ഞങ്ങളുടെ നാട്ടിലും
ഭഗവതി അല്ലെ ചേട്ടകളയിൽ എല്ലാവരും. ഇപ്പം ഞാൻ ആലപ്പുഴയിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ഈ ആലപ്പുഴയിൽ ഇപ്പം ഉണ്ടല്ലോ ചേട്ടകളയിൽ അവർക്ക് ചിങ്ങമാസത്തിൽ ആവണി മാസത്തിലാണ് അവർ ചേട്ട കളയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ ടീച്ചർ ഒരു ലൈവ് വരണം, കർക്കിടക മാസത്തെക്കുറിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറയാൻ പറ്റുമോ, എനിക്കതിന് മാത്രമൊക്കെ അറിയുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഇനി ഇതിൻ്റെ കമൻ്റ് എല്ലാം കൂടെ വായിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും മറുപടി ഇടാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കൂടെ മറുപടി ഇടാം. അപ്പം ഞാൻ ഓർത്തു എന്നെക്കൊണ്ട് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഒരു സങ്കോചത്തോടെയാണ് ഇരുന്നത്. എന്ത് പറയും. ഇപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഏതൊക്കെയോ ഗ്രൂപ്പുകളിലാണെങ്കിൽ ഭയങ്കര രാമായണ മാസം ചർച്ചയും രാമായണത്തെക്കുറിച്ചും എല്ലാം ഭയങ്കര വിശദമായ ചർച്ചകളാണ്. ഞാനങ്ങനെ മതപരമായും രാമായണത്തിൽ ഊന്നിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും കൂടെ ഒത്തുചേരുന്ന സമയം ആധ്യാത്മികമായിട്ടുള്ള മനസ്സിൻ്റെ ആരോഗ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ആധ്യാത്മിക ഗ്രന്ഥം വായിക്കുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് പണ്ടുള്ള പൂർവികർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് രാമായണ മാസമായിട്ട് കൊണ്ടാടുന്നു മാത്രം. അപ്പോൾ എന്തായാലും ലൈവിൽ കഴിഞ്ഞു. ഇതിൽ വരാൻ പറ്റാത്ത ആളുകളും ഉണ്ടായിരിക്കാം, പിന്നീട് എപ്പോഴെങ്കിലും അവർ കേൾക്കുമായിരിക്കാം. വന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, സ്നേഹം. സുനിത ടീച്ചറെ ഉറങ്ങിക്കിടന്ന ആൾക്കാരെ ഉണർത്താന്ന് പറയണത് കേട്ടിട്ടുണ്ട്. ടീച്ചറോട് ഞാൻ നന്ദിയൊന്നും പറയുന്നില്ല, സ്നേഹം മാത്രം. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ. ഇനി ഇത് വായിച്ചിട്ട് ഓരോരുത്തരുടെയും മറുപടി ഞാൻ തരാം കേട്ടോ. നിർത്തട്ടെ അപ്പോൾ. ഹായ് ടീച്ചറെ, കേൾക്കാം. ഇത് ആദ്യം തൊട്ടുള്ളതാണല്ലേ? ഓക്കെ. സുനിത ടീച്ചർ. ഓക്കെ, അപ്പം ഞാൻ ലെഫ്റ്റ് ആവട്ടെ. ഓക്കെ, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി സമസ്യ കുടുംബത്തിൽ ഒന്ന് വന്നിങ്ങനെ കയറി ഇറങ്ങി പോകാൻ എല്ലാവരോടും ഒന്ന് നേരിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ അവസരം തന്ന് സമസ്യയിലെ എല്ലാ അംഗങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.